ഇത് ചോളാപ്പുരിയാണ്, അറിയാലോ. ഇത് തിന്നുന്ന ലാഘവത്തിൽ നമ്മളെ നാട്ടിൽ കഞ്ചാവ് വന്ന് നിറഞ്ഞിട്ടുണ്ട്. നമ്മളെ വിദ്യാർത്ഥികൾക്കിടയിൽ മൊത്തത്തിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് 2 ന്യൂസാണ് കണ്ടത് ഇന്ന്. എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ വളരെ റെസ്പെക്ട് ചെയ്തിട്ട് വാഹനങ്ങളൊക്കെ മാറ്റി കൊടുക്കുന്ന, രോഗിയുടെ ജീവന് വേണ്ടി കുതിക്കുന്ന ഈ ആംബുലൻസിൽ കിലോ കണക്കിന് കഞ്ചാവാണ് വന്നിട്ടുള്ളത്. എവിടുന്ന് വന്നു, എങ്ങനെയാണ് ഇത് കിട്ടുന്നത് എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. ഒരിക്കലും നമുക്കത് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, അല്ലേ? നമ്മളെ നാടും നാട്ടുകാരും മുഴുവൻ ആളുകളും ലഹരിക്കെതിരെ പൊരുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നാട്ടുകാരുടെ പിന്തുണ ഇല്ലാതെ ഇത് ഒരിക്കലും തുടച്ചു നീക്കാൻ പറ്റൂല. മറ്റൊന്ന്, ഈ ആംബുലൻസിൽ വന്ന രോഗിയെ ശുശ്രൂഷിക്കേണ്ട അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട ഡോക്ടറെ പിടികൂടിയിട്ടുണ്ട്. ഹോസ്പിറ്റലിന്റെ പേരും മറ്റു വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പോലീസ് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഇവർക്ക് മുമ്പിൽ, എന്ത് വിശ്വാസത്തിലാണ് നമ്മൾ ഇവർക്ക് മുമ്പിൽ പോവുക? എല്ലാവരും ഒറ്റക്കെട്ട് എന്നാൽ മാത്രമേ ഇതിനൊരു നടപടി ഉണ്ടാവും. അപ്പോഴാണ് ഇന്ന് മറ്റൊരു ന്യൂസ് കണ്ടത്. ഇതാണ് ആകെ പ്രതീക്ഷ ഉള്ളത്. ഈ ന്യൂസിൽ മനോജ് എബ്രഹാം ADGP ലഹരി മാഫിയയെ ഏതറ്റം വരെ പോയാലും പൂട്ടും, നമ്മുടെ മക്കളെ ലഹരിക്ക് വിട്ടുകൊടുക്കില്ല, പറഞ്ഞത് ഇങ്ങേരായതുകൊണ്ട് മാത്രം വിശ്വസിക്കാം, സാധാരണക്കാരന്റെ കൂടെ നിൽക്കുന്ന മനുഷ്യനാണ് ഇദ്ദേഹം. ഓക്കെ, അദ്ദേഹം പറയാണ് ലഹരിക്കെതിരെ തെരുവ് നാടകമോ പ്രതിജ്ഞയോ ഒന്നും ആയിരിക്കില്ല, ഇദ്ദേഹത്തിന് മുമ്പിൽപ്പെട്ടാൽ ഇടിച്ചു പിടിയും, അതന്നെയാണ് വേണ്ടത് എന്നൊരു വിശ്വാസം മാത്രമാണുള്ളത്. പണ്ട് കൊച്ചിയിൽ ഇദ്ദേഹം ഒന്ന് കയറി മേഞ്ഞത് കൊണ്ടാണ് കുറെ കാലം സമാധാനം ഉണ്ടായിരുന്നത്. എന്തായാലും നമുക്ക് നല്ലൊരു ശുഭവാർത്തക്കാർ കാത്തിരിക്കാം. ലഹരിക്കെതിരെ നമുക്ക് ഒറ്റക്കെട്ടായിട്ട് കൈകോർക്കാം. Say no drugs.